പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ചിലപ്പോൾ എന്നെ കുട്ടാന്ന് വിളിക്കും, മോനേന്ന് വിളിക്കും, ചിലപ്പോൾ എടാന്ന് വിളിക്കും. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി വാക്കുകൾ, ചക്കരക്കുട്ട, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല മാതാപിതാക്കളും അവരുടെ സ്നേഹം കൂടുമ്പോൾ മക്കളെ പലതും വിളിക്കും, പൊന്നെ, മുത്ത് എന്നൊക്കെ അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ദൈവമെന്നേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഓമന മക്കളാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ജെറമിയ 31:20. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. ഈ എഫ്രായിം എന്ന് പറയുന്നതേ നമ്മൾ ഓരോരുത്തരുമാണേ. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം പേര് വെച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. ഇപ്പം ഞാൻ എൻ്റെ പേര് വെച്ച് വായിക്കുകയാണെങ്കിൽ, മാത്യുവേ, നീ എൻ്റെ വത്സലപുത്രനല്ലേ എന്ന് ദൈവം പറയുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയമാണെന്ന്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്ക് വേണ്ടി തുടിക്കുന്ന സ്നേഹവുമായിട്ടുള്ള ആ ഹൃദയം. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായിട്ട് അറിയുന്നു. നമ്മുടെ പേര് ദൈവത്തിൻ്റെ കൈവെള്ളയിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യാക്കോബ്, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നമ്മുടെ പേര് ചേർത്തൊന്ന് വായിച്ചു നോക്കിക്കേ. കാരണം ദൈവം ഇത്രമാത്രം വലിയ സ്നേഹത്തോടെ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം, ദൈവം മറ്റു മൃഗങ്ങളെ സൃഷ്ടിച്ച പോലെ ഒന്നും അല്ല നമ്മളെ സൃഷ്ടിച്ചത്. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം തിരുവചനം. ദൈവം നമ്മളെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ഛായ എന്ന് പറയുന്നത് സ്നേഹവും സാദൃശ്യവും എന്ന് പറയുന്നത് നിത്യതയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നിത്യതയും നമ്മുടെ ഉള്ളിൽ നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. വെറുതെ സ്നേഹിക്കുമല്ല. ദൈവം നമുക്ക് ജീവൻ നൽകിയത് എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം ഊതി. എന്ന് പറഞ്ഞാൽ ആദത്തെ സൃഷ്ടിച്ചിട്ട് അതൊരു കളിമൺ ബിംബമായിരുന്നു. ആദത്തിൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതി. മൂക്കിലേക്ക് ജീവശ്വാസം ഊതണമെങ്കിൽ നമുക്കറിയാം, ഒരു മനുഷ്യന് ഒരാളുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതണമെങ്കിൽ അവർ ചുംബിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ചുംബിച്ചപ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വളരെ